കാനഡയിൽ ഇപ്പോൾ സ്പ്രിംഗ് ആണ്. ഇവിടെ എല്ലാ സീസൺസും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സ്പ്രിങ്ങും ഓട്ടവും പിന്നെ സമ്മറും വിൻ്ററും ഒക്കെ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെടിയാണിത്. അതിലെ പൂക്കൾ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ അരിപ്പൂവിനെ പോലെ തോന്നി. നല്ല ഭംഗി തോന്നിയപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ഇന്ന് ഇനി വിക്ടോറിയ ഡേ ആയതുകൊണ്ട് അറിയില്ല അത് ഓപ്പൺ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇന്ന് രണ്ടാക്കും ഫ്രീ ആണ്, അതുകൊണ്ട് പോവാണ്. നല്ല ക്ലൈമറ്റൊക്കെയാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ടുലിപ്പ് ഫീൽഡിലേക്കാണ്. ബർക്കൽ ബ്ലോം എന്നാണ് എൻ്റെ പേര്. നമ്മളപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഓൺ ദ സ്പോട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ പൈസ കൊടുത്ത് അഡ്മിഷൻ ടിക്കറ്റ് വാങ്ങുകയാണ്. $10 ഒരാൾക്ക്, പ്ലസ് ടാക്സും ഉണ്ടാവും. നമുക്ക് 10 ഫ്ലവേഴ്സോളം പിക്ക് ചെയ്യാനും പറ്റും. വീട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 1 വീക്കോളം പൂക്കളൊക്കെ വാടാതെ നിൽക്കും. ബർക്കൽ ബ്ലോം എന്ന് പേര് കണ്ടപ്പം ഭയങ്കരമായിട്ട് വെറൈറ്റി ആയി തോന്നി. അപ്പം നമ്മൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പം അതൊരു ഡച്ച് ഫാമിലി നടത്തുന്ന ഒരു പ്രൈവറ്റ് ഫാം ആണെന്ന് അവർ പറഞ്ഞു തന്നു. ഈ ബർക്കൽ എന്ന് പറഞ്ഞാൽ അവരെ ഹോളണ്ടിലെ സ്ഥലത്തിൻ്റെ പേരും ഈ ബ്ലോം എന്ന് പറഞ്ഞാൽ ഫ്ലവർ, ഡച്ചിൽ ഫ്ലവർ എന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെയാണ് ഈ ബർക്കൽ ബ്ലോം എന്നുള്ള പേര് വന്നത്. ഈ ഫാമിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ സിംകോയിലാണ്. വേറെ പല സ്ഥലങ്ങളിലും ഈ ടുലിപ്പ് ഫാംസ് ഈ സ്പ്രിംഗ് സീസണിൽ ഉണ്ട്, നയാഗ്രയിലും ഒക്കെ. നമ്മൾ ഇവിടെയാണ് പോയത് എന്നേ ഉള്ളൂ. ഏകദേശം 5 ലക്ഷത്തോളം ഫ്ലവേഴ്സൊക്കെ എല്ലാ കൊല്ലവും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. വെറൈറ്റി കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ ടുലിപ്പ് ഫാം കാണാൻ വരുന്നത്. കഴിഞ്ഞ കൊല്ലം വരാൻ പ്ലാൻ ചെയ്തെങ്കിലും അത് നടന്നിട്ടില്ല. ഇപ്പം ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഓട്ടൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് വിക്ടോറിയ ഡേ ആണ്. ഇവിടുത്തെ ഒരു പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെയൊന്നും പുറത്ത് കാണാൻ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പബ്ലിക് ഹോളിഡേയ്സിൽ പൊതുവേ അവർ ഫാമിലിയിൽ തന്നെ വീട്ടിൽ തന്നെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കാറ്. അതുമല്ല എല്ലാ ഷോപ്പുകളും എല്ലാം ഒരുവിധം ക്ലോസ്ഡും ആയിരിക്കും. ഞാൻ നാട്ടിൽ കോഴിക്കോടാണ്. പൊതുവേ കോഴിക്കോടുകാർക്ക് എനിക്കറിയാം എന്തെങ്കിലും ഒരു ലീവോ എന്തെങ്കിലും ഒരു ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാനും അങ്ങനെ പുറത്ത് സ്പെൻഡ് ചെയ്യാനും ഫോക്കസ് മോളോ ഹൈലൈറ്റ് മോളോ ഒക്കെ പോയി കറങ്ങാനും ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് ഇറങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടുത്തെ കനേഡിയൻസിൻ്റെ രീതികൾ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പാർട്ട്നേഴ്സിൻ്റെ കൂടെയായിരിക്കും അധികവും താമസിക്കുക. അപ്പം ഈ സ്പെഷ്യൽ ഒക്കേഷൻസിലോ ഇല്ലെങ്കിൽ ഈ പബ്ലിക് ഹോളിഡേയ്സിലോ മാത്രമേ അവരവരെ പാരൻസിനെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പോയ സ്ഥലത്ത് തീരെ തിരക്കില്ലായിരുന്നു. നമുക്കതുകൊണ്ട് നന്നായിട്ട് കാണാനും പറ്റി, എൻജോയ് ചെയ്യാനും പറ്റി, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ ഹാപ്പി. ഓരോ നാട്ടിലും ഓരോ രീതികളാണ്. അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അഡാപ്റ്റ് ചെയ്യുക, ഇഷ്ടമുള്ളത് ചെയ്യുക, സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ജീവിക്കുക. അത് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും വീഡിയോ എടുക്കാൻ അത്ര ഒരു കഴിവൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ അടുത്ത് മേടിച്ചൊരു DJI Osmo Pocket 3 ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം ആ ക്യാമറ ഒക്കെ വെച്ചിട്ടൊന്ന് മാക്സിമം നമ്മളെ കഴിവ് പുറത്തെടുക്കാൻ ശ്രമിച്ചതാണ്. ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ കാണാനും കുഴപ്പമില്ലാതെ തോന്നുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. അതുകൊണ്ട് കുറേ വീഡിയോ എടുത്ത് കളിക്കുകയാണ്. പിന്നെ നമുക്കും അവിടെ കണ്ടപ്പം അത്രയും ഫ്ലവേഴ്സ് ഒരുമിച്ച് ഇത്രയും ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം, എല്ലാവരെയും കാണിക്കാമൊക്കെ ഒന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ അവിടെയാണെങ്കിൽ ഈ 10 ഫ്ലവേഴ്സ് ഒരാൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിങ്ക് കളർ ഫ്ലവേഴ്സാണ്. പിങ്ക് മാത്രമല്ല വൈറ്റും
റെഡും മെറൂണും യെല്ലോയും ഒക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മാക്സിമം നമുക്ക് പറ്റുന്നതൊക്കെ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓവറാക്കലും കാണും നിങ്ങൾ. കാര്യം എന്താ വെച്ചാൽ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, പിന്നെ നമ്മൾ ഓവറാക്കിയില്ലേ മോശമല്ലേ. അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ റൊമാൻറ്റിക് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, നമുക്ക് ഇരുന്ന് പോസ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം. പിന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ മുടിയൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പൂക്കൾ എപ്പോഴും നമുക്കൊരു സന്തോഷം തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയും പൂക്കൾ ഇത്രയും ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി. എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു, അതിലൊന്നാണ് ഇത്. ഈ മെറൂൺ ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നി. ഈ ഫാം ഇന്നും കൂടി ഓപ്പൺ ആവുള്ളൂ, ഇന്ന് അവസാനത്തെ ദിവസമാണ്. അപ്പം ഇന്ന് തന്നെ നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റി. നമ്മൾ രണ്ടുപേരും കൂടി 20 ഫ്ലവേഴ്സ് ഒട്ടാകെ പ്ലക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ വിട്ടത് ഫ്രണ്ട് ഡെസ്കിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് അവർ ഇതൊന്നും കൂടി ചെക്ക് ചെയ്യും, 20 ഫ്ലവേഴ്സ് തന്നെയല്ലേ ഉള്ളത് എന്നുള്ളത്. എന്നിട്ട് തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. എന്നിട്ട് അവസാനം ഒരു ബൊക്കെ പോലെ ഒരു കവറിൽ ഇട്ടിട്ടാണ് നമുക്ക് ഇത് തരിക. നല്ല ഭംഗിയുണ്ടായിരുന്നു, കുറേ മൾട്ടി കളേഴ്സുള്ള ഈ ഒരു ബൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ബൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ കിട്ടിയ ഫ്ലവേഴ്സൊക്കെ ഒരു ഫ്ലവർ വേസിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 വീക്കോളം അത് വാടാതെ കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. നമുക്ക് വീട്ടിലെത്തിയിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആവട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.